ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ്. നമ്മൾ ഓരോ പാഠത്തിലെയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വേരിയസ് സ്റ്റേജസ് ഓഫ് എലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ. നമ്മൾ നേരത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ എഴുതാനായിട്ട്. അതിൽ ചില ഭാഗങ്ങൾ വിട്ടു കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം. അതൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളോട് ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കാം വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എഴുതണം. ഒന്നാമത്തേത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്. ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും, നിയമിക്കും. സെക്കൻഡ് വൺ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, ഇലക്ഷൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. ആൻഡ് അടുത്തത് സബ്മിഷൻ ഓഫ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യലാണ്. അടുത്തതായിട്ട് വരുന്നത് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, ഈ സബ്മിറ്റ് ചെയ്ത നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധന, അതിനെയാണ് നമ്മൾ സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ എന്ന് പറയുക. അടുത്തത് വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ പിൻവലിക്കൽ. പിന്നീട് വരുന്നതാണ് ഇലക്ഷൻ ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് പ്രചരണം. പിന്നീട് വരുന്നതാണ് വോട്ടെടുപ്പ്. അവസാനമായി വരുന്നത് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. നമ്മുടെ വോട്ടുകളൊക്കെ കൗണ്ട് ചെയ്ത് റിസൾട്ട് പ്രഖ്യാപിക്കുക. ഇത്രയുമാണ് നമ്മുടെ ഇലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ. വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അടുത്തതായി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഇത് ചിലപ്പോൾ നമുക്കൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. 3 ഫംഗ്ഷനോ അല്ലെങ്കിൽ 2 ഫംഗ്ഷനൊക്കെ എഴുതാനായിട്ട് ചോദിക്കാം. എന്തൊക്കെയാണ് ഇലക്ഷൻ്റെ ധർമ്മങ്ങൾ അഥവാ ഫങ്ഷൻസ്? ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ്, സർക്കാരുകൾ രൂപപ്പെടുന്നു. ഓൾ ആർ റെപ്രസെൻറ്റഡ്, എല്ലാവരും പ്രതിനിധീകരിക്കുന്നു. റൂളേഴ്സ് ആർ മോൾഡഡ്, ലീഡർമാരെ വളർത്തിയെടുക്കുന്നു. സ്ട്രെങ്തൻ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യം കുറച്ചും കൂടി മെച്ചപ്പെടുന്നു. എഡ്യൂക്കേറ്റ്സ് വോട്ടർ. ഇതൊക്കെയാണ് ഇലക്ഷൻ്റെ പ്രധാന ഫങ്ഷൻസ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇതിൽ 2 or 3 എഴുതാനായിട്ട് ചോദിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡെമോക്രസി ക്യാരക്ടറിസ്റ്റിക്സ്, ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 2 or 3 എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത പോലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വിട്ടു നൽകും, അത് പൂരിപ്പിക്കാനുണ്ടാകും. എന്തൊക്കെയാണ്? ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ, ജനാധിപത്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, നീതിപൂർണ്ണമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ. ആൻഡ് ഓപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദി ഗവൺമെൻറ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, പ്രതിപക്ഷങ്ങൾ സർക്കാരിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ദ റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നു. അല്ലേ? പണക്കാർ, പാവപ്പെട്ടവർ, അല്ലെങ്കിൽ ഉയർന്നവർ, താഴ്ന്നവർ, അങ്ങനെ ഒന്നുമില്ല നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇൻഡിപെൻഡൻറ്റ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദി പീപ്പിൾ ആൻഡ് ദി ഗവൺമെൻറ്, സർക്കാരിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മീഡിയ ആണ്, സ്വതന്ത്രമായ വാർത്താ മാധ്യമങ്ങൾ. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, നീതിപൂർണ്ണമായ നീതിവ്യവസ്ഥ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. എ കോമ്പസ് ഇസ് എ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ, ദിശ കണ്ടെത്താൻ, ഡയറക്ഷൻ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമ്പസ് എന്നുള്ളത്. അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിച്ചേക്കാം ഏത് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടെത്തുന്നത്? കോമ്പസ് ആണ്. ഇക്കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. 1 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ നമ്മളോട് അടുത്തതായിട്ട് ചോദിക്കുക എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടെത്തുന്നത് എന്നാണ്. ഇത് നമ്മൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തൊരു ചോദ്യം കൂടിയാണ്, എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പം നമുക്കിവിടെ ഒരു മാപ്പ് കാണാം. ഈ മാപ്പിൽ ഒരു ഡയറക്ഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം റെഡ് മാർക്കിൽ മുകളിലേക്ക് നോർത്താണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൗത്തും വെസ്റ്റും ഈസ്റ്റും ഒക്കെ എങ്ങനെ കണ്ടെത്താം? എ മാപ്പ് വിൽ യൂഷ്വലി ഹാവ് സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ. ഏതൊരു മാപ്പ് എടുത്താലും അതിൽ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും സിമ്പിൾസ് ഉണ്ടാകും. എ സൈൻ ഇൻഡിക്കേറ്റിംഗ് ദ നോർത്ത് ഡിറക്ഷൻ ക്യാൻ ബി സീൻ അറ്റ് ദി ടോപ്പ് ഓഫ് ദി വാൾ മാപ്പ്. ഇവിടെ കൊടുത്തിരിക്കുന്ന മാപ്പിൽ നമുക്ക് കാണാം മുകളിലേക്ക് റെഡ് കളറിൽ സൗത്ത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ സൗത്ത് എന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് അതിൻ്റെ താഴെ ഭാഗത്ത് ബോട്ടം സ്ഥലത്ത് വരുന്നത് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. നോർത്തിൻ്റെ ഓപ്പോസിറ്റ് വരെ സൗത്ത് ആയിരിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് വെസ്റ്റും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഈസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കൊരു മാപ്പ് തന്നിട്ട്, എക്സാമിന് ഒരു മാപ്പ് തന്നിട്ട് ഇതിൽ ഡയറക്ഷൻ അടയാളപ്പെടുത്താൻ ചോദിച്ചേക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ അടയാളപ്പെടുത്തുക. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, പിന്നെ റൈറ്റ് സൈഡിൽ വെസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ ഈസ്റ്റ്. ഇതുപോലെയാണ് നമ്മൾ അടയാളപ്പെടുത്ത് ഓർത്ത് വെക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അടുത്തൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ദ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്പുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രാഞ്ച് ഓഫ് സയൻസ് ഏതാണ്? ആൻസർ കാർട്ടോഗ്രഫിയാണ്. ഇതൊക്കെ 1 മാർക്കിനെ ചോദിക്കുള്ളൂ. നിങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ഏജൻസി, ഗവൺമെൻറ് ഏജൻസി വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ്, വെരിഫൈയിങ് ആൻഡ് പബ്ലിഷിംഗ് മാപ്സ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് മാപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സും പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്നത് പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓർത്ത് വെക്കുക, സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത് കാർട്ടോഗ്രഫിയും സർവേ ഓഫ് ഇന്ത്യനെ കുറിച്ചാണ്. 1 മാർക്കിനെ ഇതൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നോക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ആ ഒരു പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇതാണ് 3 മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ലാൻഡ് ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും, റോഡ് വഴിയുള്ള ഗതാഗതം, റെയിൽവേ വഴിയുള്ള ഗതാഗതം. വാട്ടർ ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടും മെരിടൈം ട്രാൻസ്പോർട്ടും. എയർ ട്രാൻസ്പോർട്ടിൽ വരുന്നതാണ് നാഷണൽ എയർവേസും ഇൻ്റർനാഷണൽ എയർവേസും. ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. പിന്നെ നമ്മളോട് അടുത്ത് ചോദിക്കുന്നതാണ് ഓരോന്നിൻ്റെയും, ലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെയും വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെയും എയർ ട്രാൻസ്പോർട്ടിൻ്റെയും അഡ്വാൻറ്റേജസ്, പിന്നെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഈ പാഠത്തിലുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേനും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എന്നാലേ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്